ഇന്ന് ഞാനൊരു വറ്റമീൻ്റെ മുട്ടയുടെ റെസിപ്പി കാണിക്കാവേ. കേട്ടോ, ഞാൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലി ഇങ്ങനെ മേളിപ്പാട പോലെ ചെറിയ തൊലിയുണ്ട്, അത് കളഞ്ഞിട്ട് ഇതാ മഞ്ഞൾപ്പൊടിയും ഉപ്പുകല്ലും കൂടെ ഇട്ട് വെച്ചിരിക്കുക. ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊന്നുകൂടെ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ട് ചെറുതാക്കി ഇങ്ങനെ പൊടിച്ച് പീച്ചി എടുത്തിട്ട് തോരൻ വെക്കണം. കാണിച്ചു തരാവേ. മഞ്ഞളും ഉപ്പിനകത്ത് കുതിർത്ത സാധനം മുട്ട നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. ഇനി ചെയ്യേണ്ട, നല്ല വൃത്തിക്ക് കഴുകിയെടുത്തേ. ഇനി ചെയ്യേണ്ട ഒരു കുടംപുളി, ഒരു പീസില്ലേ, ഒരു പീസ് കുടംപുളി ഇതേ വൃത്തിക്ക് കഴുകിയിട്ട് 4 കഷ്ണമായിട്ട് മുറിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കാരണം ഉപ്പിനകത്തൊക്കെ കുതിർത്ത് വെച്ചിരുന്നതല്ലേ, അതുകൊണ്ട് ഒരുപാട് ഉപ്പിടണ്ട. ഇതാ ഇതിങ്ങനെ കിടന്നൊന്ന് ഈ മഞ്ഞളിനകത്ത് ഉപ്പിനകത്തും ഇട്ടൊന്ന് ഈ കുടംപുളിയും കൂടെ ഒരെണ്ണം കീറിയിട്ടിരിക്കുന്ന കേട്ടോ, 4ആയിട്ട് കണ്ടോ, ഇങ്ങനെ കിടന്നൊന്ന് നല്ലതായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ കാണിച്ചു തരാവേ. ഒന്ന് മൂടി വെച്ച് വയ്ക്കാം. ഇതാ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിപ്പ പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് ആറിയിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോഴേക്കും നമുക്ക് ഒരു ഉരുളി വെച്ച് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു 3 പച്ചമുളക്, 3 എണ്ണം വേണം. കാരണം ഇതിന് നല്ലതായിട്ട് എരിവ് ചെല്ലണ്ടേ, എരിവ് പിടിക്കണ്ടേ. ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ 1/2 ഇഞ്ച് നീളത്തിലൊരു ഇഞ്ചി, ഒരു 4 മുഴുത്ത ചുവന്നുള്ളി, മുഴുത്ത അല്ലെങ്കിൽ ഒരു 6 എണ്ണം, അതിൻ്റെ ആവശ്യമുള്ളൂ. ഏറ്റവും ചെറുതാണ് ഒരു 8 എണ്ണം. ഇത്രയും സാധനമേ ആവശ്യമുള്ളൂ. കറിവേപ്പില വേണം, നമുക്കില്ലല്ലോ, അറിയാമല്ലോ. ചൂടാകട്ടെ ചട്ടിയെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് ചൂടാകുമ്പോൾ കടുക് ഇട്ടിട്ട് അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇനി നോക്കിയിട്ടേ ഇടാവുള്ളൂ. കഴുകിയതിനും വേവിച്ചതിനും എല്ലാം ഉപ്പിട്ടതല്ലേ, വേണമെങ്കിലേ ഇടാവുള്ളൂ. ഒത്തിരി മൂത്ത് കരിയണ്ട. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണം, എൻ്റെ കൈ വീണു. ഇനി ഒന്ന് നല്ലതായിട്ട് ഇളക്കി ഇങ്ങനെ ചട്ടുകം വെച്ച് പൊടിച്ച് ഇങ്ങനെ പൊടിയാക്കി എടുക്കണേ. തീർന്നിട്ടില്ല, 1-2 സ്റ്റെപ്പുണ്ട്. ഇങ്ങനെ ഇളക്കി ഇങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. ഓഫ് ചെയ്തിട്ട്, ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ടേ ഓഫ് ചെയ്തിട്ട് ഞാനത് ചെയ്തിട്ട് കാണിക്കാം. പൊടിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണേ. ഇതാ നല്ല പൊടിയായിട്ട് എടുത്തിട്ടുണ്ടേ. ആവശ്യത്തിന് ഒരു നുള്ളി ഉപ്പ് കൂടെ ഇനി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, നമ്മളെല്ലാം വഴറ്റി ചേർത്തപ്പോഴേ. ഇനി ഒരു പിടി തേങ്ങ ചേർക്കുക. ഒത്തിരി തേങ്ങ ചേർത്താൽ തേങ്ങയുടെ രുചി മുന്നോട്ട് നിൽക്കും. ആ മുട്ടയുടെ രുചി വായിലോട്ടിങ്ങനെ ചവച്ചിറക്കുമ്പം അലുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വരത്തില്ലെന്ന് വെച്ചാൽ കുറവേ വരുള്ളൂ. തേങ്ങയുടെ രുചി മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് ഒരു പിടി തേങ്ങ ഒന്നിട്ട് ഇളക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഈ മുട്ട വെക്കുന്നതിന് ഇഷ്ടമുള്ളവർ ഒരു നുള്ള് 1-2 നിങ്ങളുടെ ഇഷ്ടം പോലെ കുരുമുളകിൻ്റെ പൊടിയിടുക. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടത്തില്ല. കാരണം മുട്ടയുടെ ടേസ്റ്റ് വായിൽ നിന്ന് പോകരുത്. അതുപോലെ നല്ല ടേസ്റ്റുള്ള സാധനം മെയിൻ്റെ മുട്ട. പക്ഷെ ഞാൻ ഈ വെച്ച രീതി വെച്ചില്ല, ഉളുമ്പായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, അതുമൊക്കെ ശകല ഉളുമ്പുണ്ട്. കാരണം വെച്ചാൽ ഇച്ചിരി നേരം ഇരുന്ന് തണുത്താൽ ഒന്നാതെ ഉളുമ്പ് വരും.
പിന്നെ കുടംപുളി ഇട്ട് ഇതുപോലെ പുഴുങ്ങിയിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ പൊടിച്ച് തോരൻ വെച്ചില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഉളുമ്പ് വരും. ആദ്യമേ തേങ്ങ ഇട്ടാലും ഉളുമ്പ് വരും, ലാസ്റ്റേ തേങ്ങ ഇടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്, നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ. ഞാനിപ്പോൾ തേങ്ങ ഇടട്ടെ. ഞാൻ ദാ ഇത്രയേ ഇടുന്നുള്ളൂ. ഇതങ്ങ് പൊടിച്ച് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ദാ യമ്മി നമ്മുടെ മീൻ മുട്ട തോര റെഡി. ഞാനിനി 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട്, ഈ തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആകണ്ടേ, മൂടി വെച്ച് വേവിച്ചിട്ട് ഓഫ് ചെയ്യും. തീ ലോ ഫ്ലെയിമിൽ വെച്ചാട്ടോ മൂടി വെച്ച് വേവിക്കുന്നത്. 2 മിനിറ്റ് മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യും. ചൂടോടെ ഒരു ബൗളിലോട്ട് ഇത് ഫുൾ ഇടുക, ഫുൾ കഴിക്കുക. ഫാനിട്ട് അതിൻ്റെ ഫാനിൻ്റെ അടിയിൽ പോയിരുന്ന് ഡൈനിങ് ഹാളിൽ പോയിരുന്ന് ഫുള്ളൊരു ബൗളിലോട്ടിട്ട് സ്പൂണ് കൊണ്ട് കോരി കഴിക്കുക. എന്തുകൊണ്ടാണെന്നറിയാം, ഈ വീട്ടിൽ മീനിൻ്റെ മുട്ട ഇഷ്ടമുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡും ആഷറും ശകലിച്ച് കഴിക്കുക, ആരൺ ഒട്ടും കഴിക്കത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം പിന്നെ ഞാൻ ആരണിന് വേണ്ടി ഇത് വെച്ചിട്ട് കാര്യമില്ലോ. ചൂടോടെ ഉളുമ്പൊന്നും ആകാതെ, ഉളുമ്പ് വരത്തില്ല ഇനി, എന്നാലും മുട്ടയല്ലേ ഇരിക്കുമ്പം വരത്തില്ല, ആറുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഫുള്ള് അരച്ച് കഴിക്കാൻ പോകും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മീൻ കടയിൽ ഓർഡർ ചെയ്യുക, മുട്ട വാങ്ങിക്കുക. കിലോയ്ക്ക് 200 രൂപ. ഞാനൊരു കുഞ്ഞ് 2 പീസ് ഒരു മീനിൻ്റെ മറ്റയുടെ മാത്രം മേടിച്ചുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കുക. ഇത് ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കുക. നല്ല പിള്ളേർക്കും കൊടുക്കുക. സൂപ്പറാണ്. ഒരു അഴുക്കും പിടിച്ച സാധനമല്ലല്ലോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക, മുട്ട ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരുമ്മ. അപ്പോൾ ദാ നമ്മളുടെ മീൻ മുട്ട പീര റെഡി. പീര മീൻസ് പുളി ഇട്ടുകൊണ്ട് ഞാൻ പീരയെന്ന് പറഞ്ഞേ. പിന്നെ ദാ പൈനാപ്പിളും ഓറഞ്ചും കൂടെ കുറച്ചിരുന്നത് അതങ്ങ് ജ്യൂസ് അടിച്ച് തീർത്തു. അല്ലേ വെച്ചിരുന്നാൽ പിന്നെ ഓറഞ്ച് ഇപ്പോഴത്തെ ഭയങ്കര കളിപ്പീര, കിലോ 100 രൂപയേ ഉള്ളൂ. പക്ഷേ മേടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഉണ്ടല്ലോ, അത് ചീഞ്ഞ് തൊലി വിട്ട് വെള്ളം പൊളിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മുഖത്തോട്ട് ചീറ്റും, ഓറഞ്ചിൻ്റെ അങ്ങനത്തെയാണ്. എൻ്റെ പൊന്നോ, ഇനി ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇത് കഴിക്കട്ടെ.